അല്ല, കല്യാണിയിൽ അങ്ങനെ എനിക്കങ്ങനെ കുറ്റങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വഴക്ക് പറയാറുമില്ല. പക്ഷെ ഇവള് ചിലപ്പോ ഇടയ്ക്ക് കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പറയാം, ഞാൻ നിർത്ത് എന്ന് പറയും. പറയാൻ സമ്മതിക്കില്ല. പിന്നെ കുട്ടികളല്ലേ, കള്ളത്തരങ്ങളൊന്നും കുസൃതിത്തരങ്ങൾ അവരുടെ ആഗ്രഹങ്ങൾ ഉണ്ടാവും. അതിന് വിലങ്ങുതടിയല്ല ഞാൻ. ചിൽ ഫാദറാണ്. മൊത്തത്തിൽ അങ്ങ് ചില്ലൊന്നുമല്ല, പക്ഷെ ചില്ലെങ്കിൽ ചില്ലാണ്. അങ്ങനെയാണ് ഞാൻ കുറച്ച് വിചിത്രമായ ചോദ്യങ്ങളൊക്കെ ചോദിക്കട്ടെ. അപ്പൊ ഇത്രയും ചോദിച്ചത് ഓ, ഇതാണ് എനിക്ക് വേണ്ടത്. ഞാൻ പ്രതീക്ഷ സ്ഥാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ രണ്ടുപേരിൽ കൂടുതൽ ഗോസിപ്പുകൾ കേൾക്കാനും പറയാനും താല്പര്യമുള്ളത് ആർക്കാണ്? എനിക്കില്ല. ഇല്ല, ഒട്ടുമില്ലെന്ന് പറയരുത് ചേച്ചി, കുറച്ചൊക്കെ ഇല്ല. ഇല്ല, നമ്മളെ ഗോസിപ്പുകൾ, നമ്മളെ പറ്റിയുള്ള ഗോസിപ്പുകളൊക്കെ നമ്മൾ അവസാനമാണ് കേൾക്കുക. പിന്നെ അത് കേൾക്കണതിനോട് താല്പര്യം, നമ്മളെങ്ങനെ ജീവിക്കണമെന്നുള്ളതല്ലേ. അതുകൊണ്ട് അതൊന്നും. പിന്നെ നമ്മളെ പറ്റി തന്നെ എന്തെല്ലാം പറയും, പിന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോകണം. എങ്കിൽ നമ്മളെ കുറിച്ച് സ്വയം കേട്ട് ചിരിച്ച ഒരു ഗോസിപ്പ് എന്താണ്? ഞങ്ങള് തമ്മിൽ വേർപിരിഞ്ഞു. ഞങ്ങളെ രണ്ടുപേര് നിങ്ങൾ അറിഞ്ഞില്ലേ? ഇത്രയും മീഡിയാസ് മുഴുവനും ഫേസ്ബുക്കും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന അറിഞ്ഞില്ല. ഇൻസ്റ്റഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുക. ഒരു ദിവസം ഞങ്ങളിങ്ങനെ ഒരു സിനിമ ബെഡ്റൂമിൽ ഇരുന്ന് സിനിമ കണ്ടോണ്ടിരിക്കുക. സിനിമ കണ്ടോ അതിന്റെ ക്ലൈമാക്സ് തൊട്ട് എടുക്കുന്നത്. അപ്പൊ അതിങ്ങനെ നോക്കി ഇങ്ങനെ പടം മോള് ഡോറ് തുറന്നിട്ട്, ഏയ് ഗൈസ്, നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞോ? എന്താണ്? നിങ്ങൾ പിരിഞ്ഞിട്ടോ? ഞങ്ങൾ പിരിഞ്ഞോ? പിരിഞ്ഞു. ഇപ്പതാ ഇങ്ങനെ ന്യൂസ് വന്നോണ്ടിരിക്കുക. ഞാൻ ശരി ഓഫീസ് ഞങ്ങൾ സിനിമ കണ്ടോണ്ടിരുന്നു. പിറ്റേ ദിവസം പണം എത്രയോ നാളിന് മുമ്പൊക്കെയാണ് വിളിച്ച ആൾക്കാരൊക്കെ വിളിച്ചിട്ട്, ചേട്ടൻ എവിടെയാ? ഞാൻ വീട്ടിലുണ്ട്. ഒന്നുമില്ല ഏട്ടാ, വെറുതെ വിളിച്ചത് പറഞ്ഞു. അപ്പൊ അല്ല, കൂടാന്ന് ചോദിച്ചില്ല. അപ്പൊ അവരുടെ ചോദ്യം കേട്ടപ്പോഴേ മനസ്സിലായി. അപ്പോ മാഞ്ഞൂരാന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവൻ വിളിച്ചിട്ട്, ചേട്ടാ എവിടെയാ ചേട്ടാ, വീട്ടിലാണോ? ഞാൻ അതെ വീട്ടിലാണ്. അല്ല വേറെ ഒന്നുമില്ല ചേട്ടാ, ഞാൻ വെറുതെ വിളിച്ചതേ ഉള്ളൂ, ഒത്തിരി നാളായാലും വിളിച്ചിട്ട്. ഞാൻ പറഞ്ഞു, നീ ചോദിക്കാൻ വന്ന ആള് അടുക്കളയിൽ നിന്നിട്ട് കൊഞ്ചുതീയൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ അവിടെ ഇപ്പം കൊടുക്കാന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. അപ്പൊ എൻ്റെ അടുത്ത് പറയാം, എല്ലാരും വിളിച്ച് പറഞ്ഞപ്പോ ചേട്ടാ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അതാണ് ഞങ്ങൾ ചിരിച്ചത്. അത് കേട്ട് ചിരിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, കണ്ടുപിടിക്കാതെ രക്ഷപ്പെടുന്ന തരത്തിൽ നന്നായി കള്ളം പറയാൻ നിങ്ങൾക്ക് ആർക്കാണ് കഴിവുള്ളത്? രണ്ടുപേർക്കും ഇല്ല. ഒരു കള്ളമില്ല. ഇപ്പം ഞാൻ പറയാം, മൊബൈല് പോലും ഞങ്ങൾ എടുത്തോണ്ട് പോകാറില്ല. അതവിടെ ഇട്ടേക്കേ ഉള്ളൂ. അത് ഇവക്ക് വരുന്ന ഫോണാണ്, ഞാൻ അവിടെ ഇരിക്കണെങ്കിൽ ഞാൻ എടുത്ത് അലോ പറയും. ഞാൻ പിന്നെ ഫോൺ എടുക്കില്ല എന്ന് വെച്ചിട്ട് വേറെ അപരനല്ല കേട്ടോ ഫോൺ എടുക്കാത്തത്.